എമ്പുരാൻ സിനിമയുടെ കാസ്റ്റിംഗ് സംബന്ധിച്ച് മുൻപ് പല റൂമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഗെയിം ഓഫ് ത്രോൺസ് സീരീസിലുള്ള ജെറോം ഫ്ലൈൻ എന്ന ഹോളിവുഡ് നടൻ എമ്പുരാൻ സിനിമയുടെ കാസ്റ്റിങ്ങിലുണ്ടെന്നത്. എന്നാൽ അന്ന് ആരും അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. ബോറിസ് ഒലിവർ എന്നാണ് ഇദ്ദേഹം എമ്പുരാൻ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ നെയിം. ഖുറേഷി അബ്രാമിൻ്റെ ജേണിയിൽ ഒരു പ്രധാന റോള് തനിക്കുണ്ടെന്ന് അദ്ദേഹം ക്യാരക്ടർ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒന്നും അത്ര വലിയ ഹൈപ്പ് സിനിമയ്ക്ക് ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി തന്നെയാണ് ഈ ഒരു ക്യാരക്ടർ പോസ്റ്റർ. സൽമാൻ ഖാൻ്റെ സിക്കിന്ദർ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റാൻ പോവുകയാണ്. GCC കൺട്രികളിൽ സിക്കിന്ദർ സിനിമയ്ക്ക് വേണ്ടത്ര രീതിയിൽ സ്ക്രീനുകളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് സിനിമയുടെ റിലീസ് മാറ്റുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ഒപ്പം ഫ്ലാഷ് റിലീസിനായിരുന്നു സിക്കിന്ദർ സിനിമ ഒരുങ്ങിയത്. എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സ്ക്രീനുകൾ GCC കൺട്രികളിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സിക്കിന്ദർ സിനിമയ്ക്ക് സ്ക്രീൻസൊക്കെ കുറയും GCC കൺട്രികളിൽ. അതിനാലാണ് സിനിമയുടെ റിലീസ് മാറ്റുന്നത്. ഫ്ലാഷ് റിലീസ് ഒഴിവാക്കിയ സിക്കിന്ദർ സിനിമ മാർച്ച് 30 റിലീസ് മാറ്റുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയ്ക്ക് GCC കൺട്രികളിലായാലും ഇന്ത്യയിലായാലും വമ്പൻ തിയേറ്റർ ചാർട്ടിങ് തന്നെയാണ് നടക്കുന്നത്. കേരളത്തിൽ 700ഓളം സ്ക്രീനുകളിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇനി ആദ്യ ദിനം സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസും കൂടി വന്നാൽ മോളിവുഡിലെ ഏറ്റവും വലിയ കേരള ഓപ്പണിങ്ങും വേൾഡ് വൈഡ് ഓപ്പണിങ്ങും നേടുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ എമ്പുരാൻ സിനിമയുടെ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.